സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുന്നു. കോഴിക്കോട് കോടഞ്ചേരിയിൽ സഹോദരങ്ങളായ കുട്ടികൾ ഷോക്കേറ്റ് മരിച്ചു. തോട്ടിൽ മീൻ പിടിക്കാനിറങ്ങിയ കുട്ടികളാണ് ഷോക്കേറ്റ് മരിച്ചത്. കോടഞ്ചേരി നിരന്നപ്പാറ ബിജുവിന്റെ മക്കളായ ഐവിൻ, നിധിൻ എന്നിവരാണ് മരിച്ചത്. 13ഉം 15ഉം വയസ്സായിരുന്നു. ശക്തമായ കാറ്റിൽ തോട്ടിലേക്ക് ഇലക്ട്രിക് പോസ്റ്റ് ഒടിഞ്ഞു വീണ്ടിരുന്നു. ഇതിൽ നിന്നാണ് കുട്ടികൾക്ക് ഷോക്കേറ്റത്. എറണാകുളം വടുതലയിൽ ഒഴുക്കിൽപ്പെട്ട ഒരാൾ മരിച്ചു. കോളരിക്കൽ സ്വദേശി അനീഷാണ് മരിച്ചത്. കായൽ നീന്തി കടക്കുന്നതിനിടെ ഒഴുക്കിൽ പിടിക്കുകയായിരുന്നു. സ്കൂബ സംഘം എത്തിയാണ് മൃതദേഹം മുങ്ങിയെടുത്തത്. മണ്ണാർക്കാട് കുമരമ്പത്തൂർ കുരുത്തിച്ചാലിൽ ഒഴുക്കിൽപ്പെട്ട് യുവാവിനെ കാണാതായി. ഷൊർണൂർ കൈലിയാട് സ്വദേശി മുബീനാണ് ഒഴുക്കിൽപ്പെട്ടത്. 9 അംഗ സംഘമാണ് കുരുത്തിച്ചാൽ സന്ദർശിക്കാനെത്തിയത്. കുരുത്തിച്ചാലിന് സമീപത്ത് വെച്ച് മുബീൻ വീഴുകയും ഒഴുക്കിൽപ്പെടുകയുമായിരുന്നു. പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തിയിട്ടുണ്ടെങ്കിലും ശക്തമായ ഒഴുക്ക് കാരണം തിരച്ചിൽ നടത്താൻ കഴിഞ്ഞില്ല. ഇടുക്കി പാമ്പാടുംപാറയിൽ മരം വീണ് ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചു. കോഴിക്കോട് വടകരയിൽ ബൈക്കിന് മുകളിലേക്ക് തെങ്ങ് കടപുഴകി വീണ് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. മലപ്പുറം അരീക്കോട് വീടിന്റെ ചുമർ തകർന്ന് കൈക്കുഞ്ഞിന് പരിക്കേറ്റു. മലങ്കര ഭൂതത്താൻകെട്ട് ഡാമുകൾ തുറന്നു. സംസ്ഥാനത്തുടനീളം മഴ ശക്തമായി തുടരുകയാണ്. മരങ്ങൾ വ്യാപകമായി കടപുഴകി. പലയിടങ്ങളിലും വൈദ്യുതി ബന്ധം തകരാറിലാണ്. ഇടുക്കി പാമ്പാടുംപാറയിൽ വിറക് ശേഖരിക്കുന്നതിനിടെ മരം വീണ് പരിക്കേറ്റ തൊഴിലാളി സ്ത്രീ മരിച്ചു. മധ്യപ്രദേശ് സ്വദേശി തേനി മെഡിക്കൽ കോളേജിൽ മരിച്ചത്. രാജകുമാരിയിൽ വീടിന് മുകളിലേക്ക് മരം വീണു. തൃത്താല തിരുമിറ്റക്കോട് തോട്ടിൽ മീൻ പിടിക്കാൻ പോയ നെല്ലിക്കാട്ടരി സ്വദേശി സുരേഷിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. മലപ്പുറം അരീക്കോട് വാലില്ലാപ്പുഴയിൽ മതിൽ വീട്ടിലേക്ക് ഇടിഞ്ഞു വീണ കൈക്കുഞ്ഞിന് പരിക്കേറ്റു. കഴിഞ്ഞ മഴക്കാലത്ത് ഉരുൾപൊട്ടലുണ്ടായ കോഴിക്കോട് വിലങ്ങാട് വീണ്ടും മണ്ണിടിച്ചിലുണ്ടായി. പന്നിയേരി ഉന്നതിയിലാണ് അപകടം. ഒരു കുടുംബത്തെ മാറ്റിപ്പാർപ്പിച്ചു. തൊട്ടിൽപ്പാലത്ത് കരിങ്ങാട് തോടിന്റെ തീരം ഇടിഞ്ഞതോടെ 4 കുടുംബങ്ങളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. പാലക്കാട് അട്ടപ്പാടിയിൽ ധോണികുണ്ട് കാരറ റോഡ് ഒലിച്ചുപോയി. ഒറ്റപ്പാലം 19 മൈലിൽ മരം റോഡിലേക്ക് വീണതിനെ തുടർന്ന് പാലക്കാട് കുളപ്പുള്ളി സംസ്ഥാന പാതയിൽ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. പത്തിരിപ്പാലയിൽ ടൂറിസ്റ്റ് ബസിന് മുകളിലേക്ക് മരം വീണു. മഴയിൽ പാലക്കാട് കുളപ്പുള്ളി പാതയിൽ ഒറ്റപ്പാലം കിഴക്കേത്തോട് പാലത്തിൽ മണ്ണിടിച്ചിലുണ്ടായി. ഇതോടെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. ഫോർട്ട് കൊച്ചി സാന്താക്രൂസ് മൈതാനത്തും വൻമരം കടപുഴകി. പത്തനംതിട്ടയിൽ അച്ചൻകോവിലാറ്റിൽ ഒഴുക്കിൽപ്പെട്ടയാൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. 2 കിലോമീറ്ററോളം ഒഴുക്കിനൊപ്പം നീന്തിയ ശേഷമാണ് ഇദ്ദേഹം കരയ്ക്ക് കയറിയത്. തിരുവല്ല പൊടിയാടിയിൽ മരം വീണ് വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു. ഇളകൊള്ളൂരിൽ വീടിന് മുകളിലേക്ക് മരം വീണു. തിരുവല്ല പൊടിയാടിയിൽ തെങ്ങ് കടപുഴകി വീണ 7 ഇലക്ട്രിക് പോസ്റ്റുകൾ തകർന്നു. കോട്ടയം ജില്ലയിൽ ചൊവ്വാഴ്ച വരെ ഖനനവും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് പ്രവേശനവും നിരോധിച്ചിട്ടുണ്ട്. ഈരാറ്റുപേട്ട വാഗമൺ റോഡിൽ രാത്രികാല യാത്ര പാടില്ല. നാടുകാണി ചുരം വഴിയുള്ള യാത്ര ഒഴിവാക്കണം. നീലഗിരിയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ 2 ദിവസത്തേക്ക് അടച്ചു. കൊല്ലം തിരുമുല്ലവാരം ബീച്ചിന് സമീപം പാർക്ക് ചെയ്തിരുന്ന സ്കൂട്ടറിന് മുകളിലേക്ക് വീണ മരം ഫയർഫോഴ്സ് എത്തി മുറിച്ചു മാറ്റി. തേവള്ളി ബോയ്സ് സ്കൂളിൽ മേൽക്കൂരയിലെ ഓടുകൾ ഇളകി വീണു. സാമ്പ്രാണിക്കൊടി വിനോദസഞ്ചാര കേന്ദ്രത്തിൽ ബോട്ടിംഗ് സർവീസ് റദ്ദാക്കിയിട്ടുണ്ട്. മഴയും നീരൊഴുക്കും കനത്തതോടെ ഡാമുകളിലെ ജലനിരപ്പ് നിരന്തരം നിരീക്ഷിച്ചു വരികയാണ്. ജലനിരപ്പ് ക്രമീകരിക്കാൻ ഭൂതത്താൻകെട്ട് മലങ്കര ഡാമുകൾ തുറന്നു. കേരള തീരത്ത് നാളെ രാത്രി 8:30 വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. 8 ജില്ലകളിലെ തീരമേഖലയിൽ അതീവ ജാഗ്രത ആവശ്യമാണ്. ചെറിയ വള്ളങ്ങളും ബോട്ടുകളും നാളെ രാത്രി വരെ കടലിലേക്ക് ഇറക്കുന്നത് ഒഴിവാക്കണമെന്നാണ് നിർദ്ദേശം. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. റോഡിന് കുറുകെ താഴ്ന്നു കിടന്ന കേബിൾ വയറിൽ കുടുങ്ങി സ്കൂട്ടർ നിയന്ത്രണം തെറ്റി വൈദ്യുതി പോസ്റ്റിലടിച്ച യാത്രക്കാരൻ മരിച്ചു. പാലക്കാട് കണ്ണമ്പ്ര കിഴക്കേ വീട് ഉണ്ണികൃഷ്ണനാണ് മരിച്ചത്. പുളിങ്കൂട്ടം തെക്കേത്തറ റോഡിലായിരുന്നു സംഭവം. പോസ്റ്റിലടിച്ച് വീണതിന്റെ ആഘാതത്തിൽ തലയ്ക്ക് സാരമായി പരിക്കേറ്റ ഉണ്ണികൃഷ്ണനെ നാട്ടുകാർ ഉടനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഭാരതപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നതിനാൽ വെള്ളിയാങ്കല് റെഗുലേറ്ററിന്റെ ഷട്ടറുകൾ തുറന്നു. 27 ഷട്ടറുകളിൽ 10 എണ്ണമാണ് തുറന്നത്. 3.5 മീറ്ററാണ് തടയണയുടെ സംഭരണശേഷി. നിലവിൽ 2.5 മീറ്റർ വരെ വെള്ളം ഉയർന്നപ്പോഴാണ് ഷട്ടറുകൾ തുറന്നത്. മഴ മുന്നറിയിപ്പിനെ തുടർന്ന് 10 ജില്ലകളിൽ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് നാളെ അവധി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ട്യൂഷൻ സെന്ററുകൾ, അംഗനവാടികൾ, മദ്രസകൾ തുടങ്ങിയവയ്ക്ക് അവധി ബാധകമാണ്. സ്പെഷ്യൽ ക്ലാസുകൾ പാടില്ല. എന്നാൽ മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല.
കനത്ത മഴയിൽ പാലക്കാട് കുളപ്പുള്ളി പാതയിൽ ഒറ്റപ്പാലം കിഴക്കേത്തോട് പാലത്തിൽ മണ്ണിടിച്ചിൽ. ഇതേ തുടർന്ന് ഒറ്റപ്പാലത്ത് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. ഒറ്റപ്പാലത്ത് നിന്ന് പാലപ്പുറം ഭാഗത്തേക്ക് പോകുമ്പോൾ പാലത്തിന്റെ ഇടത് ഭാഗത്താണ് മണ്ണിടിച്ചിലുണ്ടായത്. മണ്ണ് പൂർണ്ണമായും ഇടിഞ്ഞ് റോഡിന് തകരാർ സംഭവിക്കാതിരിക്കാനുള്ള താൽക്കാലിക സംവിധാനങ്ങൾ ഏർപ്പെടുത്തി. ഒറ്റപ്പാലം സബ് കളക്ടർ ഉൾപ്പെടുന്ന റവന്യൂ സംഘം സ്ഥിതിഗതികൾ വിലയിരുത്തി. ദേശീയപാതയിൽ വീണ്ടും വിള്ളൽ. മലപ്പുറം കാക്കച്ചേരി കിൻഫ്രയ്ക്ക് സമീപമാണ് വലിയ വിള്ളൽ രൂപപ്പെട്ടത്. കൂരിയാടിന് സമാനമായി മണ്ണിട്ട് ഉയർത്തി നിർമ്മിച്ച പാതയാണ് ഇവിടെ. വയൽ നികത്തി നിർമ്മിച്ചതല്ലെങ്കിലും നിർമ്മാണം പൂർത്തിയായി മേഖലയിൽ വിള്ളൽ കണ്ടത് ആശങ്കയുണ്ടാക്കി. നിലമ്പൂർ ഇനി